Now, by name I know 25 only in the Quran. You may tell me that, don't you believe in Ram? Don't you believe in Krishna? I say, I don't know. Were they prophets of God? I say, I don't know. Maybe they were, maybe they were not. Maybe they were, maybe they were not. Because they are not mentioned in the Quran, I don't know. Maybe they were, maybe. അയാൾ പറയുകയുണ്ടായി, കൃഷ്ണൻ ജനിച്ചിട്ടുണ്ടാകാം, ഇല്ലാതിരിക്കാം, എന്നാൽ ലോകത്തിൽ അല്ലാഹു ഉണ്ട്. ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിക്കാം. ശ്രീകൃഷ്ണൻ മധുരയിൽ ജനിച്ച് വൃന്ദാവനത്തിൽ വളർന്ന് തന്റെ ഉജ്ജ്വലമായ ഒരു നഗരം ദ്വാരകയില് പണിതത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും NIO ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫി ഗോവയിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ SR റാവുവും ആർക്കിയോളജിക്കലി തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണ തെളിവോടുകൂടി ലോകം അംഗീകരിച്ച കൃഷ്ണൻ ജനിച്ചിട്ടുണ്ടാവാം, ഇല്ല എന്നും അല്ലാഹു ഉണ്ട് എന്നുള്ളത് ഉറപ്പാണെന്നും പറയുന്നു. അപ്പൊ ഒരു ചോദ്യമില്ലേ, അല്ലാഹു എവിടെയാ ജനിച്ചത്? അല്ലാഹു എവിടെയാ ജീവിച്ചത്? അല്ലാഹു ഇപ്പോഴും ഉണ്ടെങ്കിൽ എവിടെയാ നിലനിൽക്കുന്നത്? Now also it has been proved geographically that there was proofs getting down that there was Ramayana, there was that pulls, setus, and what you have heard also. Okay, you want to know about Ramayana? No, it has been proved. I mean to say. I will tell you the proof. I mean to say. Fine. Now you're asking me a question. I am giving you information now. You are talking me about Ramayana and Mahabharata. I don't know what your knowledge is about Ramayana and Mahabharata. I'm asked how many types of Ramayana are there? I really don't know about don't know. I just know the basic version of the Ramayana. You know, I'll tell you. Heard of it and we have seen. I will tell you, brother. According to Ramanuja, who is a great scholar of Ramayana, he says there are more than 300 different types of Ramayana. Okay. 300 different types. Which one do you follow? Quran, only one. They may be sects. They may call themselves Shia, Sunni, Hanafi, Shafi'i. Only Quran is one. So are you openly or behind the stage? പിന്നീട് പറയുന്നു 320 രാമായണമുണ്ടെന്ന് രാമാനുജൻ പറഞ്ഞിട്ടുണ്ടെന്ന്. രാമാനുജൻ വിശിഷ്ടാദ്വൈതം എഴുതിയ ആളാണ്. അദ്ദേഹം രാമായണത്തെ കുറിച്ച് ഒരക്ഷരം പോലും എഴുതിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. രാമാനുജന്റെ വിഷയമല്ല രാമായണം. പിന്നെ എങ്ങനെയാ രാമാനുജൻ രാമായണത്തെ കുറിച്ച് പറയുക? മുമ്പിലുള്ളവർക്ക് ഒരക്ഷരം അറിഞ്ഞൂടാ. രാമാനുജം രാമായണം രണ്ടിലും രാമ എന്ന വാക്കുള്ളത് കൊണ്ട് സക്കീർ നായിക്ക് വിചാരിച്ചു രാമാനുജൻ എന്നൊരു വാക്ക് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിച്ചോളുമെന്ന്. എന്തൊരു അബദ്ധ! മനുഷ്യനെ പറ്റിക്കുന്നതിന് ഒരു അതിര് വേണ്ടേ? വിശിഷ്ടാദ്വൈതം എഴുതിയ രാമാനുജനും രാമായണവും തമ്മിൽ ഏത് ബന്ധമുള്ളത്? അങ്ങനെ ഒരു ബന്ധവും ഇല്ല എന്ന് മുമ്പിലുള്ളവർക്ക് അറിയാത്തത് കൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതെല്ലാം നടക്കും. അദ്ദേഹം പറയുന്നു രാമായണം 320 ഉണ്ട്, ഖുർആൻ ഒന്നേ ഉള്ളൂ എന്ന്. ഷക്കീർ നായിക്കിന് തെറ്റുപറ്റിയതാ. 320 രാമായണം മലയാളത്തിലുണ്ട്, 410 രാമായണം തമിഴിലുണ്ട്, 500ഓളം രാമായണം തെലുങ്കിലുണ്ട്. ഭാരതത്തിൽ അസാധാരണമാംവിധം രാമായണങ്ങളുണ്ട്. എന്താ ഇത്രയും രാമായണങ്ങൾ ഉണ്ടാവാൻ കാരണം? ചിലത് രാമായണത്തിന്റെ സംക്ഷിപ്തമാണ്, ചിലത് രാമായണത്തിന്റെ കമന്ററിയാണ്, ചിലത് രാമായണ കഥകൾ മാത്രം എഴുതിയിരിക്കുന്ന, അതാത് രാമായണം അതാത് ദേശത്തെ ഭാഷയിൽ എഴുതിയിരിക്കുന്നതാ രാമായണത്തിലെ വ്യാഖ്യാനം. മാത്രമല്ല, അടുത്ത കാലത്ത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്തത് രാമായണത്തെ കുറിച്ച് ഒരാൾ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകത്തിനാണ്. അതും ഒരു രാമായണാണ്. അനവധി രാമായണങ്ങൾ ഉണ്ടാവുന്നതാണ് കപ്പാസിറ്റി, ഒരൊറ്റ പുസ്തകം ഉണ്ടാവുന്നതല്ല കപ്പാസിറ്റി. ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക, എന്റെ ബയോകെമിസ്ട്രി PhD-യിലാണ്. ലോകത്തിൽ ഒരു ബയോകെമിസ്ട്രി പുസ്തകമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. എന്തൊരബദ്ധ! ഒരു ബയോകെമിസ്ട്രി പുസ്തകമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. അത് അതിനേക്കാളും അബദ്ധമല്ലേ? മാനവരാശിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും ഒരു പുസ്തകത്തിൽ കൊടുക്കാൻ പറ്റുമോ? ഒരാൾ വിചാരിച്ചാൽ കൊടുക്കാൻ പറ്റുമോ? ഒരു കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകം എല്ലാ കാലഘട്ടത്തിലേക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുമോ? എനിക്ക് ഒരു പുസ്തകമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അഭിമാനിക്കണോ? അല്ല, എനിക്ക് ഒരു പുസ്തകമേ ഉള്ളൂ എന്ന് പറഞ്ഞ തലകുനിച്ച് ലജ്ജിക്കണോ? ഇതാണ് ചിന്തിക്കേണ്ടത്. ഹൈന്ദവ ജന only Quran is one. So are you openly or behind the stage or behind the curtain trying to denying the fact that there is no God except Allah? Not denying the fact, telling the fact that there was no God before Allah, there is no God before Allah, there will not be a God before Allah.
But coming to this time immemorial, we don't know how many years, millions and millions of years. So for you to say before Islam, before God is before, also there was no God but Allah. Today also there is no God but Allah. Even after millions and billions of years afterwards, there is no God but Allah. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നു, അല്ലാഹുവിന് മുമ്പൊരു ദൈവം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഒരു ദൈവമില്ല, ഭാവിയിലും അല്ലാഹുവിന് ശേഷവും ഒരു ദൈവം ഉണ്ടാവില്ല. അപ്പോ അല്ലാഹു ഉണ്ടാവുകയും നിലനിൽക്കുകയും ഇല്ലാതെയാവുകയും ചെയ്യുന്ന ഒരാളാണോ? അങ്ങനെ അല്ലാഹുവിന് മുമ്പും ഇപ്പോഴും പിന്നീടും ഒരു ദൈവം ഉണ്ടാവില്ല എന്ന് സക്കീർ നായിക് എന്ന് പറയുന്ന പോലെ ഒരു ക്രിസ്ത്യാനി പറഞ്ഞു എന്ന് വിചാരിക്കുക, യഹോവയ്ക്ക് മുമ്പും ഇപ്പോഴും യഹോവയ്ക്ക് ശേഷവും ഒരു ദൈവം ഉണ്ടാവില്ല എന്ന്. അതേപോലെ ഹിന്ദു പറഞ്ഞു എന്ന് വിചാരിക്കുക, മഹാവിഷ്ണുവിന് മുമ്പും ഇപ്പോഴും മഹാവിഷ്ണുവിന് ശേഷവും ഒരു ദൈവം ഉണ്ടാവില്ല എന്ന്. മൂന്ന് പേർക്കും പറയാൻ അവകാശമില്ലേ? ഉറക്കെ പറയുകയും ഒടുക്കം നിർത്തുകയും ഒന്നും അറിയാതിരിക്കുകയും ചെയ്യുന്ന സക്കീർ നായിക്കിനെ പോലെയുള്ളവര് വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ശരിയാവുന്നതാണോ ഇതേമാതിരിയുള്ള അബദ്ധങ്ങള്? The Creator, you are not obeying Him. You cannot say, I'm sentimental, therefore I want to kill anyone. I'm sentimental, I want to insult anyone. No, but you are insulting God. But instructor never told us also this thing that you cannot pray me by creating my idol or something like that. It is mentioned. This is the internal sentiment of the not internal. It is mentioned in Yajurved, chapter number 32, verse number 3. What? Don't make an image of Almighty God. And you're making. So you're going against the commandment of your scripture, not my scripture. Your scripture. But what I'm trying to tell you, that if you call yourself a Hindu, which Hindu? A Hindu who believes in Vedas. A Hindu who believes in Mahabharata. You're talking about scientific thing. If I talk about scientific thing, do you know Mahabharata? Mahabharata was a story told by the grandfather of Arjun. Initially, Mahabharata contained only 8,000 shlokas. Later on, it contained 24,000 shlokas. Today, it contains more than 100,000. Where did it come from? Moment the story was told, generation down generation, they kept on adding their family members as heroes. So today's scholars say the original Mahabharata, which was a story told between the feud between two families, exactly, Pandavas and Kauravas, was 8,000 verses. Today it's 100,000. Where did the 92,000 come from? No, I think. മാത്രല്ല അദ്ദേഹം പറയുന്നു, അല്ലെങ്കിൽ അയാൾ പറയുന്നു, യജുർവേദത്തിലെ 32-ാം അധ്യായത്തിലെ 13-ാമത്തെ വരിയിൽ വിഗ്രഹാരാധന പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഏത് യജുർവേദത്തിലാ? എത്ര യജുർവേദം ഉണ്ടെന്ന് സക്കീർ നായിക്കിന് അറിയോ? യജുർവേദം 108 റിസൻഷൻസ് ഉണ്ട്, 108 ശാഖയുണ്ട്. വെറുതെ ഒരു യജുർവേദം എന്ന് പറഞ്ഞാൽ 10,000-കണക്കിന് മുസ്ലിങ്ങൾ മുമ്പിലുണ്ടെങ്കിൽ അവര് ധരിക്കും യജുർവേദത്തെ കുറിച്ച് സർവജ്ഞാനിയാണ് സക്കീർ നായിക് എന്ന്. ഒരു ചുക്കും അറിയാതെയാ പറയുന്നത് 32-ാം അധ്യായത്തിലെ 13-ാമത്തെ വരിയാണെന്ന്. വൈദിക ചിന്താധാര പ്രകാരം ഈ പ്രപഞ്ചത്തെയാണ് ഈശ്വരനായിട്ട് ആരാധിക്കുന്നത്. സക്കീർ നായിക് പറഞ്ഞിരിക്കുന്ന 32-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ വരി വിഗ്രഹാരാധനയുമായിട്ട് ഒരു ബന്ധമില്ല. മാത്രമല്ല, യജുർവേദത്തിലോ ഋഗ്വേദത്തിലോ സാമവേദത്തിലോ അഥർവവേദത്തിലോ ഒരു സ്ഥലത്തും വിഗ്രഹാരാധനയെ കുറിച്ച് ഒന്നും പറയുന്നുമില്ല. പിന്നെ പറയുന്നില്ല എന്ന് അയാൾ തന്നെത്താനെ പറയുന്നത് മുമ്പിലിരിക്കുന്നവരുടെ അറിവില്ലായ്മ ഇയാളുടെ അറിവായിട്ട് മാറുകയാണ്. ഇനി അഥവാ മറിച്ച് യജുർവേദത്തിൽ വിഗ്രഹാരാധന പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യജുർവേദം പൂജിച്ചാൽ പോരെ, പിന്നെന്തിനാ ഈ ഖുർആൻ പൂജിക്കാൻ പോകുന്നത്? യജുർവേദത്തിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തിനാ ഖുർആൻ പൂജിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യവും കൂടി അവശേഷിക്കുന്നില്ലേ? അതേപോലെ സക്കീർ നായിക് ഒരിക്കൽ ഇന്നലെ ഞാൻ കണ്ട യൂട്യൂബിൽ പറയുകയുണ്ടായി, മഹാഭാരതത്തിൽ 8,000 ശ്ലോകമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അത് 24,000 ഇപ്പൊ അത് 100,000 ആയിന്ന്. ആരാ ഇയാൾക്ക് ഈ അറിവ് കൊടുത്തത്? ഏത് പുസ്തകത്തിലാണ് മഹാഭാരതത്തിൽ 8,000 ശ്ലോകങ്ങളുള്ളൂ എന്ന് പറഞ്ഞത്? ഇയാൾ പറഞ്ഞത് ശരിയായിരിക്കോ? മഹാഭാരതത്തിൽ അന്നും ഇന്നും 1,25,000 ശ്ലോകമുണ്ട്. എന്നിട്ട് പറഞ്ഞിരുന്നത് 100,000 ഉണ്ടാ, 1,00,000 എന്നാ പറഞ്ഞിരിക്കുന്നത്. മഹാഭാരതത്തിൽ എത്ര ശ്ലോകം ഉണ്ടെന്ന് പോലും അറിയാത്ത ആള് വളരെ സ്പീഡിൽ ഇംഗ്ലീഷിൽ അടിച്ച് കലക്കി പറയുകയാണ് 100,000 ശ്ലോകാസ് ആർ ദർ. കറക്ഷൻ ഹാസ് ടേക്കൺ പ്ലേസ്. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ഒന്നും അറിയാത്തവനും ഉറക്കെ പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ജയിക്കാം. ഇത്രയൊക്കെ വാദിക്കാനും ജയിക്കാനുമാണ് സക്കീർ നായിക് ശ്രമിക്കുന്നതെങ്കിൽ ഓരോ പോയിന്റ് ബൈ പോയിന്റ് അല്ലേ വിവരിക്കേണ്ടത്? ഒരെണ്ണം പറഞ്ഞ് അടുത്തയിലേക്ക് കയറി മറ്റേവനെ കൊണ്ട് വായടപ്പിച്ച രീതിയിൽ പറയിക്കുമ്പോൾ
ഓർമ്മിക്കുക, കഴിവും ചങ്കൂറ്റവും അറിവുമുള്ളവന്റെ മുമ്പിൽ ഇതുമാതിരി പട്ടി കുരയ്ക്കുന്ന മാതിരിയുള്ള കുരയ്ക്കൽ വില പോവില്ല. അതേപോലെ മാത്രല്ല, ഇടയ്ക്ക് സക്കീർ നായിക്ക് പറയുന്നുണ്ട്, ഈ ഖുർആൻ എന്ന പുസ്തകം ലോക ജനതയ്ക്ക് ദൈവം നൽകിയതാണെന്ന്. പക്ഷേ ഞാൻ പറയുന്നു, വേദങ്ങൾ ദൈവം നൽകിയതല്ല, ഇതിഹാസങ്ങൾ ദൈവം നൽകിയതല്ല, പുരാണങ്ങൾ ദൈവം നൽകിയതല്ല. ദൈവീക അനുഗ്രഹമുള്ള മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് എഴുതിയതാ. അതിൽ മന്ത്രദ്രഷ്ടാക്കളായ ഋഷിവര്യന്മാരെന്ന് എടുത്തു പറയുന്നുണ്ട്. നല്ല ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും അറിവുള്ള ഋഷിവര്യന്മാര്, പണ്ഡിതന്മാരായ ഋഷിവര്യന്മാര് സ്വന്തം കൈകൊണ്ട് എഴുതിയതാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദങ്ങളും. അതുപോലെ തന്നെ അറിവില്ലാത്ത, വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു വ്യക്തി എഴുതിയതല്ല ഭാരതത്തിലെ വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും. അതുകൂടി അറിയണം. സിദ്ധി നേടി, സാധകം നേടി അവരെഴുതിയത് സന്ദേശങ്ങളായി വേദങ്ങളിൽ വന്നു. ഓരോ വേദമന്ത്രം എഴുതിയ ഋഷിവര്യന്റെ പേര് വേദമന്ത്രത്തിന്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. വേദപുസ്തകം, ഋഗ്വേദമോ യജുർവേദമോ പുസ്തകം എടുത്ത് നോക്കിയാൽ അറിയാം. ഗായത്രി മന്ത്രം എഴുതിയത് ഗാദിനോ വിശ്വാമിത്ര ഋഷി, ദേവി ഗായത്രി ചന്ദ മിത്രോ ദേവത. ഗാദിന വിശ്വാമിത്രൻ എഴുതി 24 അക്ഷരമുള്ള ഛന്ദസ്സില് മിത്രനെ, സൂര്യനെ പുകഴ്ത്തുന്ന, വാഴിക്കുന്ന, വിവരിക്കുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം എന്ന് പറഞ്ഞിട്ട ഗായത്രി മന്ത്രം ജപിക്കാം. അപ്പൊ മന്ത്രങ്ങള് എഴുതിയത് ദൈവമല്ല, ദൈവം മന്ത്രങ്ങൾ എഴുതുകയില്ല. ദൈവത്തിന്റെ ജോലിയല്ല മന്ത്രം എഴുതുക. ദൈവത്തിന്റെ ജോലിയല്ല എന്നെ പുകഴ്ത്തണം, എന്നെ വാഴിക്കണം, ഞാനല്ലാതെ മറ്റൊരു ദൈവത്തിനെ നീ പൂജിക്കരുത്, എന്നിലൂടെ മാത്രമേ സ്വർഗത്തിലേക്ക് പോകുള്ളൂ എന്ന് ഒരു ദൈവവും സാധാരണ പറയാൻ പാടില്ല. അതൊക്കെ രാഷ്ട്രീയക്കാർ പറയുന്നതാ. എന്നെ പ്രധാനമന്ത്രിയാക്കണം, എന്നെ മുഖ്യമന്ത്രിയാക്കണം, എന്നെ അല്ലാതെ മറ്റൊരുവനെ നിങ്ങൾ തെരഞ്ഞെടുക്കരുത് എന്നെല്ലാം പറയുന്ന രാഷ്ട്രീയക്കാരുടെ സ്റ്റാൻഡേർഡിലേക്ക് ദൈവം താഴ്ന്നാൽ അത് ഏത് ബൈബിളിലെ പഴയ നിയമമാണെങ്കിലും അങ്ങനെ ഏത് ഹിന്ദു ദൈവം പറഞ്ഞാലും അത് അബദ്ധം. അതുകൊണ്ട് കുറെ കൂടി വിശാല മനസ്സോടുകൂടി കുറെ കൂടി പഠിച്ച് വാദിക്കാനും ജയിക്കാനും ശ്രമിക്കാതെ അറിയാനും അറിയിക്കാനും ശ്രമിക്കുകയാണ് സക്കീർ നായിക്കിനെ പോലെയുള്ളവർക്ക് വേണ്ടത്. വാദിക്കാനും ജയിക്കാനും ശ്രമിക്കുന്നിട്ട് ജയിച്ചിട്ട് എന്ത് നേടാനാ? ഒരു മതത്തിനോടും എനിക്ക് എതിർപ്പില്ല. ഞാൻ പള്ളികളിലും മസ്ജിദുകളിലും ക്ലാസ് എടുക്കാറുണ്ട്, എല്ലായിടത്തും ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. പക്ഷെ ആരെല്ലാം ഗോപാലകൃഷ്ണൻ പറയുന്നു എന്ന് വിചാരിക്കുക എന്റെ മതമാണ് ഏറ്റവും വലിയ മതം, അത് മാത്രമേ നല്ലതുള്ളൂ എന്ന്. തെറ്റാ. ഞാനും അത് പറയാൻ പാടില്ല. എല്ലാ മതത്തിലും നന്മകളുണ്ട്, എല്ലാ ഋഷിവര്യന്മാരിലും പ്രവാചകരിലും നന്മകളുടെ വാക്കുകളുണ്ട്. പക്ഷെ അത് മാത്രമേ നിങ്ങൾ ഫോളോ ചെയ്യാവൂ, അതിലൂടെ മാത്രമേ സ്വർഗത്തിലേക്ക് പോവുള്ളൂ. അതല്ലാതെ മറ്റൊന്ന് ഫോളോ ചെയ്താൽ നരകത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ് എന്റെ മതത്തിലെ ആളെ കൂട്ടാൻ, എന്റെ മതത്തിലെ അംഗസംഖ്യ കൂട്ടാൻ, എന്റെ മതം ലോകത്തിന്റെ ഭരണം സാരഥ്യം വഹിക്കുന്ന ആളെന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ലോകത്തിൽ പ്രശ്നം ഉണ്ടാവുന്നത്. അതാ സ്വാമി വിവേകാനന്ദനും പറഞ്ഞത്. ഒരു കിണറ്റിലിരിക്കുന്ന തവള പറയുന്നു സമുദ്രത്തിൽ നിന്ന് വന്ന തവളയ്ക്ക് ഒന്നും അറിഞ്ഞൂടാന്ന്. കിണറ്റിലുള്ള തവള അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ട് പറയുന്നു ഈ കിണറിന്റെ അത്രയും വലിപ്പമുണ്ടോ സമുദ്രത്തിന് എന്ന്. മറ്റേ സമുദ്രത്തിൽ നിന്ന് വന്ന തവള പറഞ്ഞു സമുദ്രത്തെ കുറിച്ച് അറിയണമെങ്കിൽ സമുദ്രത്തിൽ തന്നെ ചെന്ന് നോക്കണം, ഇവിടെ ഇരുന്ന് നോക്കിയാൽ നിനക്ക് മനസ്സിലാവില്ല തവളയെ എന്ന്. അത് തന്നെയാ സക്കീർ നായിക്കിനോടും പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാസാഗരം കാണാൻ പറ്റാത്ത വ്യക്തി കൂപമണ്ഡൂകം എന്ന് പറഞ്ഞ് കിണറ്റിന്റെ അകത്തിരുന്ന് ഇത് തന്നെ സാഗരത്തേക്കാൾ വലുതെന്ന് പറയുന്നതിന് പകരം നല്ലവണ്ണം പഠിക്കുക. ചില പുസ്തകങ്ങളുടെ ചില പേജുകളും അധ്യായത്തിന്റെ നമ്പറും വരിയുടെ നമ്പറും എടുത്ത് മുമ്പിൽ ആരോട് ചോദിച്ചാലും ആർക്കും ഉത്തരം പറയാൻ സാധിക്കില്ല. ഞാൻ തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ കയർ എന്ന നോവലിന്റെ 327-ാമത്തെ പേജില് 5-ാമത്തെ വരി ഏതാന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഓക്സ്ഫോർഡ് ഡിക്ഷണറിയില് 278-ാമത്തെ പേജിലെ 5-ാമത്തെ വാക്ക് എങ്ങനെയാ എഴുതിയിരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഖുർആനിലെ 14-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ വരിയില് നിങ്ങൾ ആരെയും സ്നേഹിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറയുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കത് പരിശോധിക്കാൻ പറ്റുമോ? ആരാ പരിശോധിക്കാൻ പോകുന്നത്? 10,000-കണക്കിന് ആൾക്കാര് ഇത് കേൾക്കുമ്പോ ചിലപ്പോ 1-2 പേര് ചെന്ന് നോക്കുമായിരിക്കും ഖുർആനിലെ 12-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ വരി അത് തന്നെയാണോ എന്ന്. അതിൽ നിന്ന് ആ പുസ്തകം തുറക്കുമ്പോൾ ഇയാൾ പറഞ്ഞ വരിയും ചിലപ്പോൾ മറന്നുപോയിന്ന് വരും. ഇങ്ങനെയെല്ലാം വെല്ലുവിളിക്കലല്ല വെല്ലുവിളിക്കല്.
പഠിച്ച് അറിഞ്ഞ് അറിയിക്കലാണ് വെല്ലുവിളിക്കല്. അറിവുള്ളവന്റെ ലക്ഷണം എന്തെല്ലാം സ്ഥാപിച്ചെടുക്കലല്ല, അത് രാഷ്ട്രീയക്കാരുടെ ലക്ഷണമാണ്. അറിവുള്ള പണ്ഡിതര് അറിവ് കൊടുത്ത് അംഗീകരിപ്പിക്കല. ശങ്കരാചാര്യനും വിവേകാനന്ദനും ചെയ്തത് അതാ. മുഷ്ടി ചുരുട്ടിയിട്ട് കൈ കെട്ടിയിട്ട് മൈക്കിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പലതും വിളിച്ചു പറഞ്ഞ് ആയിരക്കണക്കിന് വ്യക്തികളുടെ കയ്യടി കിട്ടുമ്പോൾ പണ്ഡിതനാവില്ലെന്ന് കൂടി പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.